ശബരിമല ആടിയ നെയ്യക്രമക്കേടിൽ കേസെടുത്ത വിജിലൻസ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. SP മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തും. പ്രാഥമിക പരിശോധനയിൽ 36.24 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. കൂടുതൽ വിവരങ്ങളുമായി ശ്രീനന്ദ SP ചേരുന്നു. ശ്രീനന്ദ, ശബരിമല ആടിയ നെയ്യക്രമക്കേടിൽ വിജിലൻസ് നിലവിൽ കേസെടുത്തിരിക്കുകയാണ്. 36 ലക്ഷത്തിലധികം രൂപയുടെ ക്രമക്കേട് നടന്നു എന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. എന്തെല്ലാമാണ് മറ്റ് വിവരങ്ങൾ? രോഹിണി, ശബരിമല ആടിശിഷ്ടം നെയ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ വിജിലൻസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 36 ലക്ഷത്തോളം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയതായാണ് വിജിലൻസ് വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിജിലൻസ് കേസ് അന്വേഷിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. SP അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ഒരു കേസ് അന്വേഷണത്തിൽ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ വിജിലൻസ് ഈ കേസെടുത്തിരിക്കുന്നത്. കാരണം 13,000-ഓളം പാക്കറ്റുകൾ, നെയ് വിൽപ്പന പാക്കറ്റുകളുടെ വിൽപ്പന നടന്നിട്ടുണ്ട്. പക്ഷേ അതിന്റെ പണം ഇതുവരെയും ദേവസ്വം ബോർഡ് അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു ക്രമക്കേട് നടന്നിട്ടുള്ളതായി തെളിഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഈ ഒരു ദേവസ്വം ബോർഡ് ഇതിനെതിരെ അന്വേഷിക്കണമെന്നും അതുപോലെ തന്നെ ആ സമയത്ത് ഇതിന്റെ ആ സമയത്ത് വീഴ്ച സംഭവിച്ച ആ സമയത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നിർദ്ദേശം ദേവസ്വം ബോർഡ് എടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശപ്രകാരമാണ് ഹൈക്കോടതിയിൽ ഈ കാര്യങ്ങളെല്ലാം ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയാണ് വിജിലൻസ് അന്വേഷണം വേണമെന്നുള്ള ഒരു നിർദ്ദേശം പറഞ്ഞത്. ദേവസ്വം ബോർഡിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ ക്രമക്കേടിലാണ് 13 ലക്ഷത്തിലധികം രൂപ ഈ ഒരു അക്കൗണ്ടിലേക്ക്, ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള ഒരു വിവരം മനസ്സിലാക്കുന്നത്. കാരണം സാധാരണ ജനങ്ങൾക്ക്, അഭിഷേകത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത ജനങ്ങൾ 100 മില്ലി ലിറ്ററിലുള്ള ഈ ഒരു നെയ്യ്, അഭിഷേകം ചെയ്ത നെയ്യ് വാങ്ങാനാണ് കൗണ്ടറിലേക്ക് എത്തുന്നത്. ആ നെയ്യിൽ വരെ ക്രമക്കേട് സംഭവിച്ചു എന്നുള്ളൊരു വാർത്തയെ തുടർന്ന്, അല്ലെങ്കിൽ ക്രമക്കേട് സംഭവിച്ചു എന്നുള്ള ഒരു അറിവ് ലഭിച്ചതിനെ തുടർന്നാണ് ഹൈക്കോടതി എന്തായാലും വിജിലൻസിനോട് അന്വേഷിക്കാനുള്ള ഉത്തരവിട്ടത്. ഈ ഒരു അന്വേഷണം ഉടൻ തന്നെ ആരംഭിക്കാനാണ് സാധ്യത. 36 ലക്ഷത്തോളം രൂപയുടെ ക്രമക്കേടാണ് ഈ വിജിലൻസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു വിവരങ്ങളെല്ലാം തന്നെ വരും മണിക്കൂറിൽ, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ പുറത്തു വരുമെന്നാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരമെന്ന് പറയുന്നത്. രോഹിണി, ശരി. SP ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.